നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലറാണി. ഇന്ന് ചൈൽഡ് കസ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കേസ് ലോസിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സുപ്രീം കോടതിയുടെ മുമ്പേ വന്ന ഒരു കേസാണ്. ഫാക്ട്സ് ഓഫ് ദ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര മാരിറ്റൽ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായി. അതവർ ഡിവോഴ്സും കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ഇവരുടെ ഡിസ്പ്യൂട്ട് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉള്ള ഭയങ്കര ക്രൂവാലിറ്റി ഗ്രൗണ്ടായിട്ടുള്ളൊരു ഡിവോഴ്സാണ് നടക്കുന്നത്. അങ്ങനെ ഡിവോഴ്സ് പ്രൊസീഡിങ്ങിനിടയിൽ ഭാര്യ മരിച്ചു പോവുകയാണ്. മരിച്ചു പോകുന്ന സമയത്ത് ഇവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് കസ്റ്റഡി ഇട്ടിരിക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു. ഗ്രാൻഡ് പാരൻസിന്റെ കയ്യിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. ഇവരുടെ മാരേജ് ഒരിക്കലും, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള മാരേജ്, ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള മാരേജ് ഒരിക്കലും നല്ല ഒരു മാരേജ് ആയിരുന്നില്ല, ഒരിക്കലും നല്ലൊരു റിലേഷൻഷിപ്പും ആയിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ ഡെത്തായി. കുഞ്ഞ് വന്നിട്ട് ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ ആയിരുന്നു. ഭർത്താവ് വന്നിട്ട് വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് ഭർത്താവ് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുഞ്ഞിന്റെ അച്ഛൻ നാച്ചുറൽ ഗാർഡിയൻ ആണ്, ബയോളജിക്കൽ ഫാദറാണ്. അയാൾ ഗാർഡിയൻ വാർഡ് OP ഫയൽ ചെയ്തു. ഗാർഡിയൻ വാർഡ് ആക്ട് പ്രകാരം കുഞ്ഞിന്റെ കസ്റ്റഡി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് OP ഫയൽ ചെയ്തു. ആ OPയുടെ മേലിൽ സുപ്രീം കോടതി വരെ ആ കേസ് പോയി. സുപ്രീം കോടതിയുടെ അടുത്ത് വന്നത് എന്ന് വെച്ചാൽ എതിർകക്ഷികൾ എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻസ് ആണ്. ഗ്രാൻഡ് പാരൻസിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടണം, എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഫാദർ കേസ് ഫയൽ ചെയ്തത്. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ സാധാരണ എപ്പോഴും ബയോളജിക്കൽ ഫാദർ അല്ലെങ്കിൽ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ഫാദറാണ്, പാരൻസ് ആണ്, അമ്മയും അച്ഛനുമാണ് നാച്ചുറൽ ഗാർഡിയൻസ്. അത് നാച്ചുറലി കിട്ടുന്ന ഒരു റൈറ്റ് ആണ് ബയോളജിക്കൽ ഫാദർ ആൻഡ് മദറിന്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു, കുഞ്ഞിനെ ആർക്ക് കൊടുക്കുക, അതായത് ഗ്രാൻഡ് പാരൻസിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം വന്നത്. അവിടെ വന്ന സമയത്ത് കോടതി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റൈറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ഒരിക്കലും കുഞ്ഞിന്റെ വെൽ വിഷിനേക്കാളും അപ്പുറമായിട്ട് നിൽക്കുന്നില്ല. എപ്പോഴും പാരമൗണ്ട് കൺസിഡറേഷൻ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പാരമൗണ്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് അനുയോജ്യമായ അറ്റ്മോസ്ഫിയർ, കുഞ്ഞിന്റെ വെൽ വിഷ്, അത് തന്നെയാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്താണ് കുഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും കുഞ്ഞിന്റെ യാതൊരു വിധമായ കാര്യങ്ങളും നോക്കാതിരുന്ന ഒരു അച്ഛന് ഒരിക്കലും കുഞ്ഞിനെ കൊടുക്കേണ്ടതില്ല എന്നും, പോരാത്തതിന് കുഞ്ഞ് ജനിച്ചത് മുതലേ ഈ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്തായിരുന്നു കുഞ്ഞ് വളർന്നതും. ഗ്രാൻഡ് പാരൻസുമായിട്ടാണ്, അതായത് അമ്മയുടെ അച്ഛനും അമ്മയുമായിട്ടാണ് ഈ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ട് എന്ന് കണ്ടിട്ട് കോടതി ഫാദറിന്റെ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഡിനേ ചെയ്തിട്ട് കുഞ്ഞിനെ ഗ്രാൻഡ് പാരൻസിന്റെ കയ്യിൽ അപ്പനും അമ്മമ്മയ്ക്കും കൊടുത്തും കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ആ വിധി വന്നത്. ആ വിധിയിൽ മെയിനായിട്ട് കോടതി പറഞ്ഞിരിക്കണേന്ന് വെച്ചിട്ട് നാച്ചുറൽ റൈറ്റ് ഉണ്ട് ഫാദറിന്, പക്ഷേ ആ നാച്ചുറൽ റൈറ്റിന് മുകളിലായിട്ട് നിൽക്കുന്നത് കുഞ്ഞിന്റെ വെൽവിഷാണ്. കുഞ്ഞിന്റെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും ഫാദറിന്റെ വീട്ടിൻ്റെ അല്ലെ ഫാദറിന്റെ കസ്റ്റഡിയിലുള്ളതിനേക്കാൾ, ഫാദറിന്റെ കസ്റ്റഡിയിൽ പോവുകയാണെങ്കിൽ അവിടെ സ്റ്റെപ്പ് മദർ ഉണ്ടാവും. പോരാത്തതിന് ഈ കുഞ്ഞിന് അച്ഛനുമായിട്ട് വലിയൊരു അടുപ്പമില്ല, പുതിയൊരു എൻവയോൺമെന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ കൂടുതൽ അച്ഛൻ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ആ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്ത് വളർന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അഭിവൃദ്ധിക്ക് അത് നല്ലതായിരിക്കും എന്ന് കണ്ടിട്ട് ഈ അച്ഛന് വിസിറ്റോറിയൽ റൈറ്റ് മാത്രം കൊടുത്തിട്ട്, അപ്പൊ കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാനുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈം കൊടുത്തു. അച്ഛന് ഒരു ലവ് ആൻഡ് അഫെക്ഷനെ നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല. ഒരു കോടതിക്ക് ഫാദറിന്റെ ലവ് ആൻഡ് അഫെക്ഷനെ ഡിനേ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫാദറിന് കാണാനുള്ള ഒരു അനുവാദവും കൊടുത്തു. കസ്റ്റഡി എന്ന് പറയുന്നത്, കുഞ്ഞിന്റെ കസ്റ്റഡി എന്ന് പറയുന്നത് അപ്പനും അമ്മമ്മയ്ക്കും വിധിച്ച്, അത് ഗ്രാൻഡ് പാരൻസിന് വിധിച്ചും കൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വരികയും ചെയ്തു. അതാണ് ഇന്നത്തെ കേസ് ലോസിൽ നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ ഇതിന് കമൻറ്റ് ബോക്സിൽ വന്ന് മറുപടി ചോദിച്ചോളൂ കേട്ടോ, ഞാൻ മറുപടി തരാം. നന്ദി, നമസ്കാരം.